ഇവിടെ ഒരു ചെറിയ പയ്യനെ സ്കൂളിൽ പോകാൻ നല്ല ആഗ്രഹമുണ്ടെങ്കിലും അവന്റെ അച്ഛന് ഡ്രെയിനേജ് ക്ലീൻ ചെയ്യുന്ന പണിയായതുകൊണ്ട് അവന് സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല. എന്നാൽ പഠിക്കാനുള്ള ആഗ്രഹം കാരണം അവൻ സ്കൂളിലുള്ള വിൻഡോ വഴി അകത്തേക്ക് നോക്കി അത് പഠിക്കുന്നത് കണ്ട് ക്ലാസ്സിലെ ടീച്ചർ ആ പയ്യനെ ഓടിക്കുന്നു. എന്നാൽ അടുത്തതായി ഒരു ലേഡി ടീച്ചർ വന്നത് കണ്ട് അവൻ വീണ്ടും ആ ക്ലാസ് ശ്രദ്ധിക്കാൻ ആരംഭിക്കുന്നു. ടീച്ചർ ക്ലാസ് എടുത്തു കഴിഞ്ഞ് കുട്ടികളോട് ഒരു ചോദ്യം ചോദിച്ചപ്പോൾ അവരാരും ഉത്തരം പറയാതെ പുറത്തുനിന്നും ആ പയ്യൻ കൈ പൊക്കുന്നു. എന്നാൽ ടീച്ചർ അവനോട് ഉത്തരം പറയാൻ പറഞ്ഞപ്പോൾ അവൻ കൃത്യമായി അതിന് ആൻസർ പറയുന്നു. ഇത് കേട്ട ടീച്ചർ നിങ്ങൾ അകത്തിരുന്നിട്ടും ശ്രദ്ധ പുറത്താണ്, എന്നാൽ അവൻ പുറത്തു നിന്നിട്ടും അവന്റെ ശ്രദ്ധ അകത്താണെന്ന് പറയുന്നു. എന്നാൽ അന്ന് അവിടെ നിന്നും തിരിച്ചുപോയ പയ്യൻ അവൻ പഠിച്ച കാര്യങ്ങളെല്ലാം പുറത്ത് പൊളിഞ്ഞു കിടക്കുന്ന ഒരു റൂമിലെ ബോർഡിൽ എഴുതുന്നു. അങ്ങനെ വീട്ടിലേക്ക് വന്ന പയ്യൻ അമ്മയോട് എനിക്ക് പഠിക്കണം, എന്നെ സ്കൂളിൽ ചേർക്ക് എന്ന് പറയുന്നു. എന്നാൽ അമ്മ അവനോട് അതിന് നീ ഈ കുടുംബത്തിൽ ജനിക്കരുതായിരുന്നു, ഇവിടെ ജനിച്ചത് കാരണം നീയും നിന്റെ അച്ഛനെ പോലെ വളരുമെന്ന് പറയുന്നു. അങ്ങനെ സ്കൂളിൽ വെച്ച് നടന്ന ഒരു പ്രോഗ്രാമിൽ ഒരു MLA നമ്മുടെ നിയമത്തിൽ എല്ലാവർക്കും പഠിക്കാനുള്ള അവകാശമുണ്ടെന്ന് പറഞ്ഞപ്പോൾ ആ പയ്യൻ അവിടേക്ക് വന്ന് എന്നാൽ എന്നെ മാത്രം നിങ്ങൾ പഠിക്കാൻ വിടാത്തത് എന്താണെന്ന് ചോദിക്കുന്നു. എന്നാൽ MLA പയ്യൻ അടുത്തേക്ക് വിളിച്ചെങ്കിലും പ്രിൻസിപ്പാൾ ഉടനെ അവൻ താഴ്ന്ന ജാതിക്കാരനാണെന്ന് പറഞ്ഞപ്പോൾ MLA പയ്യന്റെ മേലെ നിന്നും കൈയെടുത്ത് അവനെ പറഞ്ഞു വിട്ട് അയാളുടെ കൈ കഴുകുന്നു.